റെഡി. ഹലോ ദീപ്തി, അങ്ങനെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്. അതെ അതെ, എന്താണ് ഈ സമയത്ത് പറയാൻ തോന്നുന്നത്? സന്തോഷം. ആളിനൊന്ന് പരിചയപ്പെടുത്തുന്ന ഡീറ്റെയിൽ ആയിട്ട് പ്രേക്ഷകരോട് സംസാരിക്കണം, കല്യാണത്തിനെ കുറിച്ചും ഒക്കെ വിശേഷം. ഞാൻ ദീപ്തി, യൂട്യൂബ് ചാനലിലൂടെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇത് നിതീഷ്, ആളുടെ വീട് വയനാടാണ്. കല്യാണം നടന്നത് വയനാടാണ്. തൽക്കാലം ഞങ്ങളിപ്പോൾ വയനാട്ടിൽ നിൽക്കുന്നു. പിന്നീട് എന്താണെന്ന് വെച്ചാൽ പ്രണയവിവാഹമായിരുന്നോ? അല്ല, രണ്ട് വീട്ടുകാരോട് ചേർന്ന് ആലോചിച്ച് എന്താണ് ചേട്ടാ ഈ സമയത്ത് ഷെയർ ചെയ്യാനുള്ളത്? സന്തോഷം. തിരക്കടാണ്, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ദീപ്തിയിൽ എന്തായിരിക്കും ചേട്ടാ പറയാനുള്ളത്? അല്ല, ആള് സ്വയം എന്താ പറയുക, ഇപ്പോഴുള്ള ഒരാളുടെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാവരോടും സംസാരിച്ച് നിൽക്കാനൊക്കെ. ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് എനിക്ക് ഇയാളെ എനിക്ക് ജീവിതത്തിൽ പാർട്ട്ണറാണ് വേണമെന്ന് തീരുമാനിച്ചത് കുറേ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് ആണുങ്ങൾ. അല്ല, അത് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ മുന്നോട്ട് പോകട്ടെ, അങ്ങനെ ഒരു തീരുമാനമാണ്. പരസ്പരം തോന്നി ഓക്കെ മുന്നോട്ട് പോയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നലാണ് സ്റ്റാർട്ടായത്, കല്യാണത്തിലേക്ക് എത്തിച്ചത്. ഒരു കാരണമൊന്നുമില്ല, എല്ലാം കൂടി ചേർന്നിട്ടാണ്. പല കാരണങ്ങളുണ്ട്. ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കരയിപ്പിക്കാൻ മാത്രം പാടില്ല, എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടല്ലേ? അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരു വേർഡാണ്. എനിക്ക് വേറെ എന്താ ചെയ്തിട്ടുണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്നെ കരയിപ്പിക്കരുത് ജീവിതത്തിൽ. എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? മാത്രമല്ല ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരാളിനെ? അത് ചാനൽ കാണുന്നവർക്ക് എന്തായാലും അറിയാമായിരിക്കും. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ആള് മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി, അതിപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയുന്നു. സഹജീവികളോടുള്ള സ്നേഹം, പെങ്ങന്മാരോടുള്ള സ്നേഹം, കൂട്ടുകാരോടുള്ള സ്നേഹം, ഓരോ പെരുമാറ്റവും നമ്മൾ കണ്ടു നിന്ന് പോകും. അങ്ങനെയൊരു കാരണം 2 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഒരുപാട് യാത്രകൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു നല്ല സുഹൃത്തായി തന്നെ എന്താ ഒരു പരിധി വിടാണ്ട് തന്നെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ആദ്യം കുറേ നാളിങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. പലർക്കും അറിയായിരിക്കും, ഞങ്ങളെ ചേർത്ത് നിർത്തിയതെന്ന് പറയുന്നത് ആളുടെ കസിനാണ്. അച്ഛനങ്ങൾ 2 ഒന്ന് പോയേ, 2 അല്ല 3 ഒന്ന് പോയേ ആങ്ങളെ. എന്നാൽ പിന്നെ എൻ്റെ ചാനലും കൂടെ ഞാൻ എനിക്കവിടെ ചാനൽ ഇതിനെ നിർത്താം. ആയോ എടി, ഞങ്ങൾ ചേർത്ത് നിർത്തി ചർച്ചയായി വരുന്നേ. അപ്പം എന്തായാലും അല്ല, അവർക്കെല്ലാം ഒരു ഇതായിക്കോട്ടെ. അത് കേൾക്കും. ഇതാളുടെ സിസ്റ്ററാണ്, എൻ്റെ ഫ്രണ്ടാണ്. ആദ്യം ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു, ഇപ്പോൾ ആരോഗ്യമാണ്. ഈ കണ്ണിയാണ് ഞങ്ങളെ ചേർത്ത് നിർത്തിയത്. ആദ്യം ഒരു ആലോചന കൊണ്ടുവന്നത് ഇവളാണ്. കുറേ ദിവസം അങ്ങനെ പോയി. വീണ്ടും ഇങ്ങനെ ഒരു ടോപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തതാണ്. എന്തുകൊണ്ടാണ് ചേട്ടൻ ഇയാളെ സെലക്ട് ചെയ്യണമെന്ന് തോന്നാറുണ്ട്? സത്യസന്ധമായി പറയണമല്ലോ. അത് ചേച്ചിയായിട്ടുള്ള അടുത്തിടങ്ങിയപ്പോൾ ഇതിന് വെച്ചൊരു പാർട്ണറാണെന്ന് തോന്നി. ഇത് രണ്ടുപേരും ഒന്നിച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഒരു വെച്ചായിട്ടൊന്നും ഇല്ലാത്ത, എല്ലാം തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആലോചന വെച്ചു, വീട്ടുകാർ സമ്മതിച്ചു. അതുകൊണ്ട് സന്തോഷമായിട്ട് ഇപ്പോൾ കല്യാണം നടന്നു. ഇനിയൊക്കെ ഇവരുടെ സ്വഭാവം പോലെ ഇരിക്കും. ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, എനിക്ക് ഭയങ്കര ബോൾഡാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇത്രയും ഒരു ബോൾഡ്നെസ് ഒരു ഗേളിന് ആർജിച്ചെടുക്കാൻ പറ്റിയെന്ന്? വളർന്ന സിറ്റുവേഷൻ ആണോ, എന്തായിരിക്കും അത്? അതിപ്പോൾ ചോദിച്ചാൽ ചേട്ടാ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കത്തില്ല. ഓക്കെ, തീർച്ചയായും അതുപോലെ അങ്ങ് പറ്റിയതാ. അത്രേ ഉള്ളൂ. സാഹചര്യം ഒന്നും അങ്ങനെ ആയി. ആര് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? ചാനൽ കണ്ടില്ലല്ലേ, കേട്ടതേ ഉള്ളൂ. അതിൻ്റെ സാരമില്ല, കാണുമ്പോൾ മനസ്സിലായിക്കോളും. അവർക്ക് എല്ലാവർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. അവർക്കുള്ളത് നമ്മൾ അവിടെ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തോ? ഇവളെ ഉള്ളോണ്ട് പറ്റും. ഹണിമൂൺ ട്രിപ്പ് കോഴി ഫാമിലോട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് പോകട്ടെ. അതെ അതെ, അപ്പം ശരി. അത് കഴിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്നേഹിക്കുന്ന പ്രേക്ഷകരോട്
സബ്സ്ക്രൈബേഴ്സിന് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക.